നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉയർത്തെഴുന്നേൽപ്പ്, പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഉത്സവമാണല്ലോ ഈസ്റ്റർ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ കൊച്ചിയിലെ ഒരു കലാകാരനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. റാഫി. അൾത്താര രൂപങ്ങളുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം വിവിധ രൂപത്തിലുള്ള വിശുദ്ധ രൂപങ്ങളും കുരിശുകളുമാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു ശില്പിയുടെ കൈമുദ്ര പതിഞ്ഞു പോകാതെ കഴിഞ്ഞ 40 വർഷമായി വിശുദ്ധവാരം കൊച്ചിയിൽ കടന്നുപോയിട്ടില്ല. ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് വിശുദ്ധവാരം. യേശുദേവൻ ലോകത്തിനായി ചെയ്ത ത്യാഗത്തിന്റെ ഓർമ്മയിൽ ഓരോ ക്രൈസ്തവനും പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന സമയം. ആരാധനയ്ക്ക് കരുത്തു പകരുന്നതാണ് ദേവാലയങ്ങളിലെ വിശുദ്ധ രൂപങ്ങൾ. ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഭാഗ്യം ലഭിച്ചയാളാണ് കൊച്ചിക്കാരനായ റാഫേൽ. വളരെ ചെറുപ്പത്തിലെ രൂപങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ ഇദ്ദേഹം അൾത്താര രൂപങ്ങളുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. 40-ലധികം വർഷമായി കേരളത്തിനകത്തും പുറത്തുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ഇദ്ദേഹം രൂപങ്ങൾ ഉണ്ടാക്കി നൽകുന്നു. ഈ കലാപ്രവർത്തനത്തെ ഒരു നിയോഗമായാണ് റാഫി കാണുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി അത്യാവശ്യമായി വന്നപ്പോൾ മരപ്പണിക്ക് പോയി. പിന്നീട് ആരുടെയും മേൽനോട്ടമോ ശിക്ഷണമോ ഇല്ലാതെ തന്നെ ശില്പിയായി. 13 വയസ്സിൽ തുടങ്ങിയ വർക്കണുണ്ട്. ഞാൻ മരപ്പണി പഠിക്കാൻ വേണ്ടിയിട്ട് മരപ്പണിക്ക് പോയി ശിക്ഷപ്പെട്ടിട്ടാണ് മരപ്പണി പഠിച്ചത്. മരപ്പണിയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. 7 മാസം മരപ്പണിക്ക് പോകേണ്ടി വന്നില്ല. അപ്പോഴേക്കും ആശാൻ്റെ വാദപ്പനിയൊക്കെ പിടിച്ച് ആശാൻ കിടപ്പായി പോയി. കലയോടുള്ള താല്പര്യം കൊണ്ട് വരയ്ക്കും, പെൻസിൽ ഡ്രോയിങ് ചെയ്യും, പെയിൻറ്റിങ് ചെയ്യും. അങ്ങനെയൊക്കെ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തതിലൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ മരപ്പണി ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊണ്ട് ആ മരത്തെ തന്നെ ഞാൻ ഫർണിച്ചർ എന്നുള്ള പണി മാറ്റിയിട്ട് ഞാനിത് ചെറിയ ചെറിയ രൂപങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് പൈസക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ട് വെച്ചിട്ട് അത് നോക്കിയിരുന്ന് മരത്തിൽ ചെയ്ത് പഠിച്ചാണ് ഞാനിപ്പോൾ ഈ ലെവലിലേക്ക് എത്തിയത്. ടൂൾസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ 4 ഇഞ്ചിൻ്റെ 5 ഇഞ്ചൊക്കെ ആണികളുണ്ട്. ആണിയെല്ലാം നമ്മൾ തീയിൽ കാണിച്ച് അത് പഴിപ്പിച്ചിട്ട് അടിച്ച് പരത്തിയിട്ട് അത് ഉളി പോലെ ആക്കി എടുത്തിട്ട് ആ ഉളി വെച്ചിട്ടൊക്കെ ഞാൻ ആദ്യം പണി സ്റ്റാർട്ട് ചെയ്ത് പോയിരുന്നു. കാരണം അന്ന് ഉളി അടുപ്പിക്കാനുള്ള പൈസ കാര്യങ്ങൾ അതിന് പറ്റിയ കൊല്ലന്മാരോ ആരോ ഉണ്ടെന്നൊക്കെ എനിക്കറിയില്ല. എൻ്റെ ആശാൻ ദൈവമാണ്. ഇതിനോടകം 4000-ലേറെ വിശുദ്ധ രൂപങ്ങൾ റാഫിയുടെ കരവിരുതിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. പള്ളികൾ പുനർനിർമ്മിക്കുമ്പോഴും പുതിയ പള്ളികൾ പണിയുമ്പോഴുമെല്ലാം ചുമതലപ്പെട്ടവർ റാഫിയെ സമീപിക്കും. ഗോവയിലെ 8 പള്ളികളിലേതടക്കം ഇന്ത്യയിലും വിദേശത്തുമായി ഒട്ടേറെ വിശുദ്ധ രൂപങ്ങൾ റാഫി തയ്യാറാക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ പള്ളിയിലേക്ക് 6 അടി നീളമുള്ള യേശുദേവന്റെ നഗരി കാണിക്കൽ രൂപം നിർമ്മിച്ചു നൽകിയത് ഈയിടെയാണ്. ഞങ്ങളൊക്കെ പറയുന്നത് കിടപ്പ് രൂപം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കൂടുതൽ ചെയ്തു പോകുന്നത്. എല്ലാ വർഷവും ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസിൻ്റെ ആയിട്ട് ക്രിപ്പ് സെറ്റുകൾ ഒത്തിരി ഉണ്ടാവും. പിന്നെ ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഈസ്റ്ററിൻ്റെ ആയിട്ടുള്ള രൂപങ്ങൾ, കുരിശിൻ്റെ പലകകൾ, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ വേറെ ആ പള്ളികളിൽ വെച്ചിരിക്കുന്ന അതേ രൂപങ്ങൾ നമ്മൾ വേറെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹിന്ദു ഫിഗർ ചെയ്യാറുണ്ട്. മെയിൻ ഡോറിലൊക്കെ വരുന്നത്, പിന്നെ അട്ടലക്ഷ്മി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗീതോപദേശം ചെയ്തിട്ടുണ്ട്. ചില രൂപങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വീകാര്യത മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ടെന്ന് റാഫി പറയുന്നു. കോയമ്പത്തൂർ ശബരിപാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു പള്ളിയുടെ ഏകദേശം ഒരു 3/4 ഭാഗം വർക്കും ഞാൻ തന്നെ ചെയ്ത്. അതാണ് ഏറ്റവും വലിയൊരു വർക്ക് എന്ന് പറയാൻ വേണ്ടി ചെയ്തത്. അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ തങ്കി പള്ളി എന്ന് പറയും, ചേർത്തലയിൽ. തങ്കിപ്പള്ളിയിലെ രൂപം 81 വർഷങ്ങളായിട്ട് അവർ ഒരു രൂപം ഉണ്ടായിരുന്നത്. ആ രൂപം ഇങ്ങനെ മുടിയെല്ലാം വളർന്ന് ഇങ്ങനെ വരുന്നൊരു രൂപം ഇപ്പോഴും ഉണ്ടായ രൂപം. അതിൽ ആൾക്കാർ കൈയൊക്കെ മുത്തി വന്നപ്പോഴേക്കും മരമാണെന്നല്ല, അപ്പോൾ അതിങ്ങനെ വിരലൊക്കെ എല്ലാം ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് വേറെ പുതിയ രൂപം ചെയ്യാൻ പറ്റുക. എല്ലാം ഉള്ളിൽ നിന്നൊക്കെ എല്ലാം മരമല്ല ദ്രവിച്ച് പോലെ 81 വർഷമായി എന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാനത് പുതിയൊരു രൂപം ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നഗര കാണിക്കലിന് എടുക്കുന്ന ആ രൂപം ഞാൻ ചെയ്ത രൂപമാണ്. 7 വർഷമായി ഞാനത് ചെയ്തിട്ട്. ഇവിടെ നിന്നൊരു 10-22 കിലോമീറ്ററുള്ളുണ്ട്. അത്രയും ദൂരം കാൽനടയായിട്ട് കൊണ്ടുപോയി ഈ രൂപം വെച്ച് അത് ഭയങ്കര. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നിട്ട് ഈ പള്ളിമുറ്റം കംപ്ലീറ്റ് ജനങ്ങൾ വന്നു, ജനപ്രവാഹം എന്ന് തന്നെ പറയാം. അത്രയും ജനങ്ങൾ വന്ന് തിങ്ങി നിൽക്കുക ഈ പുതിയ രൂപം കാണാൻ വേണ്ടി. ഭയങ്കര അലങ്കരിച്ച് കൊണ്ടുവന്നിരിക്കുക ലോറിക്കകത്ത്.
അവിടെ നിന്ന് രൂപ ഇടയ്ക്ക് താഴേക്ക് ഇറക്കിയിട്ട് അവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാവരും നെഞ്ചത്തടിച്ചിട്ട് അപ്പ എന്നും പറഞ്ഞിട്ട് കരയണ ഒരു സീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ അനുഭവിച്ചിട്ടില്ല. അത്ര ഞാൻ വരെ നിന്ന് കരഞ്ഞു. കാരണം അവരുടെ സ്വന്തം അപ്പൻ ആ മുറ്റത്ത് മരിച്ചു കിടക്കുന്ന ആ ഒരു ഫീലാണ് അവർക്ക്. അപ്പച്ചാ അപ്പ എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് സൗണ്ടാണ് അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. രണ്ട് പേരുടെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു സീനിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് മറക്കാൻ കഴിയില്ല. അൾത്താര രൂപങ്ങൾക്ക് പുറമെ മേശ, സക്രാരി, ബൈബിൾ സ്റ്റാൻഡ് തുടങ്ങിയവയും റാഫി ചെയ്തു കൊടുക്കാറുണ്ട്. ഈ പുറകിരിക്കുന്ന രൂപം 3 മാസം, ആ വലിയ രൂപം കണ്ട അത് 3 മാസം ചെയ്തപ്പോഴാണ് തീർന്നു. 1 മാസം ചെയ്ത രൂപം ഇരിപ്പുണ്ട്, 2 മാസം ചെയ്തിട്ടുണ്ട്, 3 മാസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വർക്കുകളും ചെയ്ത് തീർക്കാൻ വേണ്ടി ടൈം എടുക്കും. മരത്തിൻ്റെ മാത്രമല്ല, നമ്മൾ മരം അറുത്തിയവരെ കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ നമുക്ക് പണിയാൻ വേണ്ടി പറ്റില്ല. ഈ മരം കൊണ്ടുവന്ന് കുറേ ദിവസം വെയിലത്ത് വെച്ച് ഇത് ഉണക്കി അത് കഴിഞ്ഞ് നമ്മൾ പടം റെഡിയാക്കി ആ പിക്ചറിട്ട് വരച്ച് റെഡിയാക്കി ഔട്ടറൊക്കെ അടിച്ച് ഈ സാധനം ഒന്നും കൂടെ ഉണക്കാൻ വേണ്ടി വെക്കും. കുമ്പിൾ മരത്തിലാണ് ഇദ്ദേഹം രൂപങ്ങൾ കൊത്തിയെടുക്കുന്നത്. കൂടുതൽ നാൾ ഈട് നിൽക്കുമെന്നതാണ് ഇതിന് കാരണം. മാസങ്ങളോളം സമയമെടുത്താണ് പല രൂപങ്ങളും ഉണ്ടാക്കാറുള്ളത്. രൂപങ്ങൾ ശരിയായി കൊത്തിയെടുക്കാൻ വിവിധ വലിപ്പത്തിലുള്ള 100ഓളം ഉളികളും ഇദ്ദേഹത്തിനുണ്ട്. പെയിന്റ് ചെയ്യാനും തടി പോളിഷ് ചെയ്യാനും സഹായത്തിന് മറ്റ് കലാകാരന്മാരുമുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് രൂപക്കുമ്പിളെന്നാണ് ചിലടത്ത് പറയുന്നത്. ചില ആൾക്കാർ പറയും കുമ്പിൾ മരം എന്ന് പറയും, ചില ആൾക്കാർ പറയുന്നത് കുമിഴെന്ന് പറയും. അങ്ങനെ പല രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് കുമ്പിൾ മരമാണ് ശരിക്കും. ഇത് രൂപങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ മരം വെച്ചിട്ട്. നമ്മൾ ഈ തടി എടുത്തെന്നാൽ എല്ലാ മരത്തിനും അതിനൊരു ആരുപിടുത്തം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ പണിതാലും ഒരു സൈഡിലേക്ക് വർക്ക് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ആരുപിടുത്തം ഇല്ല ഇതിന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഉളി കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കാം. ഈ തേക്കിലും ഈ രൂപക്കുമ്പിളിലും മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാറുള്ളൂ. മരുന്നോട് കൂടിയ മരമായതുകൊണ്ട് ഇത് കുത്തിപ്പോവില്ല. പെയിൻറ്റിങ് ഞാൻ ഒരു 9 വർഷം മുമ്പ് വരെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ നിന്നൊരു രതീഷ് എന്നും പറഞ്ഞൊരു സുഹൃത്തിനെ കിട്ടിയിട്ട് അയാളിപ്പോൾ വന്ന് ചെയ്യുന്നത്. ഇപ്പം ബാക്കിയിരിക്കുന്ന രൂപങ്ങളെല്ലാം രതീഷ് ചെയ്ത രൂപങ്ങളാണ്. പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ്. വിളിക്കുമ്പോൾ തന്നെ ഇവിടെ വന്ന് നമ്മളുടെ വർക്കൊക്കെ ചെയ്തു തരാറുണ്ട്. ഈ കണ്ണട വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ചെയ്യാൻ പറ്റാണ്ടായി. ഞാൻ ഇവിടെ വുഡിൻ്റെ ഫിനിഷിങ്ങാണ് ചെയ്യണത്, പോളിഷിങ്ങിൻ്റെ. പിന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടി അതിൻ്റെ പ്രൈമർ വർക്ക് ചെയ്തു കൊടുക്കും, കളറടിക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ 8 വർഷം സമയമെടുക്കും. ഉടുപ്പുകളൊക്കെ കൂടുതലുണ്ടെങ്കിലേ അത് ഉള്ളിലേക്ക് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. വിശ്വാസികൾക്ക് ദൈവത്തെ അടുത്തറിയാനുള്ള മാർഗമാണ് ആരാധന. അതിൽ വിശുദ്ധ രൂപങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഓരോ രൂപത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈശ്വരാനുഗ്രഹമായിട്ടാണ് റാഫി കാണുന്നത്. ഇനിയും ദേവാലയങ്ങളിലേക്ക് ഒത്തിരിയേറെ രൂപങ്ങൾ നൽകാൻ സാധിക്കണം എന്ന പ്രാർത്ഥനയാണ് ഈ കലാകാരനുള്ളത്.